ഹായ് മഴ എന്തോ രസ ഇതിലിങ്ങനെ തുള്ളി കളിക്കാൻ തോന്നുക. കാലം പറ്റി പോകുന്ന മഴയാ. ഇതിന് ദൂരം തോന്നില്ല. ഈ ലോകം ഇവിടെ തീരും. ഞങ്ങളുടെ ജീവിതമില്ല. ചേർത്തുകാരെ, കേരളം നാട് ദുരിതം മറന്നിട്ടില്ല. ആ ഓർമ്മയൊന്നും ഒരാളൊപ്പം നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു. എന്റെ അഭിനയം ഇവിടെ തുടരുന്നു. ഓ എന്റെ രമണി, എന്തു തണുപ്പാ, ഉള്ളിങ്ങനെ കുളിരിയ. രാവും പകലില്ലാതെ മഴ എങ്ങനെ പെയ്താ എന്താ ചെയ്യാ? എന്തു ചെയ്യാനാ? വെള്ളം ഒന്ന് ഇറങ്ങിട്ട് വേണം വീട് വരെ ഒന്ന് പോയി നോക്കാൻ. അടിനെയും കോയിനെയും ഒക്കെ അവിടെ ഇട്ടിച്ചു പോന്നതല്ലേ. അമ്മേ, വീട് വരെ പോവാണെങ്കിൽ എന്റെ പുളിക്കട ഒന്നെടുക്കണേ. കുട, വടിയ, വീട് എന്നെ ഉണ്ടോന്ന് ആർക്കറിയാം. എന്താമോ നീ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? ആയിഷ, ഞാൻ എത്ര മോഹിച്ചിട്ടറിയോ സ്കൂൾ തുറക്കണ മുന്നേ അച്ഛനൊരു കുട വാങ്ങി തന്നത്. അമ്മേനോട് വീട്ടു വരെ പോകുമ്പോൾ അത് ഇരിക്കാൻ പറഞ്ഞതിന് വഴക്ക് പറയാം. അതുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ കൂടെ ഇറങ്ങി നടക്കായിരുന്നൂല്ലേ. മഴത്തിങ്ങനെ ഇറങ്ങി നടക്കാനോ? ഇന്നെ മഴ തൂർന്നാലും സ്കൂൾ ഓർക്കൂല എനിക്ക് തോന്നുന്നുണ്ട്. അതെന്താ ആയിഷ, മഴ തൂർന്നാലെന്താ സ്കൂൾ ഓർക്കൂലേ? കൂടെ ചൂടിയില്ലെങ്കിലും നമുക്ക് ഒരുമിച്ച് പോവാലോ. ഒന്ന് നിർത്തിന്റെ കുട്ടികളെ, ജീവൻ എന്ന് കിരിച്ചിട്ട് വലിയ ഭാഗ്യായി. ഓരോന്നും എത്ര ചത്തടക്കണെന്നറിയോ? മോളെ, നീ ആ ദാസന്റെ മോളല്ലേ? ആ ചേച്ചി എന്റെ അച്ഛനും അമ്മയും കണ്ടോ? ഇതുവരെയോ അങ്ങോട്ട് വന്നിട്ടേ ഇല്ല. ആ പോലീസ് അങ്കിള് പറഞ്ഞു ഒറ്റയ്ക്ക് ഇനി വീട്ടിൽ പോവാൻ പറ്റില്ല. മോൾ കരയണ്ട. അച്ഛനും അമ്മയും എവിടെ പോയതാ? വെള്ളിച്ചന്റെ വീട്ടില് വെള്ളം കയറി പറഞ്ഞിട്ട് സാധനങ്ങൾ എടുക്കാനാണെന്ന് പറഞ്ഞു പോയതാ. പഠിച്ചോനെ, ആ കുന്നും പുറത്ത് കടവില് പോയിക്കണേ. ടിവിയിൽ എന്നെ കണ്ടില്ല, അവിടെ പൊട്ടി വിളിച്ചു പോണത്. അച്ഛ, അമ്മ, എന്റെ അച്ഛനും അമ്മയെ കാണണം. അച്ഛ, അമ്മ.